ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്താണ് നരേന്ദ്രമോദി പറയുകയുണ്ടായി കോൺഗ്രസ് പാർട്ടി പിളരും എന്ന്. ആ പിളർപ്പിൻ്റെ സൂചനകൾ, അതിൻ്റെ സ്പന്ദനങ്ങൾ നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർവകാല ചരിത്രം നോക്കുമ്പോൾ അത്തരത്തിലുള്ള പിളർപ്പിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത്. നരേന്ദ്രമോദി അത് പറയുമ്പോൾ അതൊരു വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ആ വാക്കുകൾ. അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ അതിനു മുമ്പും ശശി തരൂർ തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള BJPയെ പുകഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും അവസാനം വന്നിട്ട് അഹമ്മദ് പട്ടേലിൻ്റെ മകൻ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെയാണ് സംസാരിച്ചത്. അവരിൽ നിന്ന് നേതൃത്വം ഒഴിയണം, എങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള ഏക വഴിയും അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ രാഷ്ട്രീയമോ ചരിത്രമോ അറിയില്ല എന്നും അഹമ്മദ് പട്ടേലിൻ്റെ മകൻ പറയുകയുണ്ടായി. ഈ പറഞ്ഞതൊക്കെ തന്നെയും പല കാര്യങ്ങളും ശശി തരൂരും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അഹമ്മദ് പട്ടേലിൻ്റെ മകൻ അത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി അതിനൊന്നുകൂടെ ശക്തി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം ശശി തരൂര് പാർട്ടിയെ ഏത് തരത്തിൽ പിളർത്തും എന്നുള്ളത് നോക്കിയാൽ അദ്ദേഹം ഒരു PR ഏജൻസിയെ നിർത്തിക്കൊണ്ട് തന്നെയാണ്, ആ സഹായത്തോടു കൂടിയാണ് പുതിയ പാർട്ടി എങ്ങനെ ലോഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലായിരിക്കണം ഈ ശശി തരൂരിനെ പോലുള്ള ഒരാൾക്ക് PR ഏജൻസിയുടെ സഹായത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകുന്നതിന് അത്ര പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. തരൂരിനറിയാം ഇതെങ്ങനെ ഏത് തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. ശശി തരൂർ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അവർക്കുണ്ടാക്കാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തരൂർ അവിടെ നിന്നുകൊണ്ട് തന്നെ പറയുന്നത്. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. അതേസമയം അന്നത്തെ രാവിലത്തെ പ്രധാനമന്ത്രിയുടെ ഒരു മീറ്റിങ്ങിൽ സദസ്സിൽ പോയിരുന്ന് പ്രസംഗം കേൾക്കുകയുണ്ടായി. എന്നിട്ട് ആ പ്രസംഗത്തെ വാഴ്ത്തിക്കൊണ്ട്, നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെക്കുറിച്ച്. അപ്പോൾ പലതരത്തിൽ ഇപ്പോൾ ഒരു പുതിയ പാർട്ടി അദ്ദേഹം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2026 ജനുവരിയിലായിരിക്കും. അതായത് പുതുവർഷത്തിൽ പുതിയ പാർട്ടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. പുതിയ പാർട്ടി വരും എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ശശി തരൂർ ഇതിനു മുൻപ് പലവട്ടം കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടുത്തെ സമുദായ സംഘടനകളുടെ ഒക്കെ പിന്തുണ നേടി. NSSും SNDPയെയും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതായത് പാണക്കാട് പോകുന്നു. പിന്നെ അതുപോലെ ഘടകകക്ഷികളുടെ പിന്തുണയും തേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഘടകകക്ഷികളുടെ പിന്തുണയൊക്കെ തേടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ശക്തിയോടുകൂടി പുതിയ ഒരു പാർട്ടി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് തരൂർ നോക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പിളർത്തിക്കൊണ്ട് വരികയും പിന്നീട് അത് ഒരു ഘടകകക്ഷിയായിട്ട് NDAയിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശശി തരൂരിനെ പോലുള്ള ഒരാൾക്ക് ഒരു കേന്ദ്രമന്ത്രി പദവി തന്നെ ലഭിക്കുകയും ചെയ്യത്തുള്ളതാണ്. ശശി തരൂര് പദവിയിലിരുന്നു, നമുക്കറിയാം. IPL വിവാദത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ആ പദവിയിലേക്ക് തന്നെ വരികയും ചെയ്തു. പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിലെ ഇവരുടെ ഭരണം
അതായത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ആ കുടുംബം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഭരണത്തിൽ അദ്ദേഹം ഒട്ടും തന്നെ തൃപ്തനല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് ഒരു 23 അംഗ സംഘമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അത് പിന്നീട് കാര്യങ്ങൾ മുമ്പോട്ട് വേണ്ട തരത്തിൽ പോകാതെ വരികയും അതിലുള്ളവരൊക്കെ തന്നെ പല വഴികളിലൂടെ പോവുകയും ചെയ്തു. പലരും നിശബ്ദരായി, പിന്നീട് ചിലരെ പാർട്ടി വിടുകയും ചെയ്തു. പക്ഷേ ശശി തരൂർ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ശശി തരൂർ കൂടുതലായിട്ട് BJPയെ പുകഴ്ത്തിക്കൊണ്ട്, നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അത് കുറിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ തരൂരിൻ്റെ പുതിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് BJPയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെ ആയിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. ആ അനുഗ്രഹാശിസ്സുകളോടുകൂടി പുതിയൊരു പാർട്ടി വരുമ്പോൾ എന്തായാലും കേരളത്തിൽ നിന്നും പലരും ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ പുറത്തു പോവുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരും പുറത്തു പോകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ട്രെൻഡ് ഏത് തരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് തരൂർ നിൽക്കുന്നത്. പുതിയ വർഷത്തിലേക്ക് പോകും. പിന്നീട് വരുന്നത് 3 മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 3 മാസം മാത്രം അവശേഷിക്കെ കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഒരു പിളർപ്പ്, ആ പിളർപ്പ് ഈ കോൺഗ്രസിനെ സാരമായ തരത്തിൽ ബാധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഘടകകക്ഷികളും പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മുൻപ് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മുഖം പരിവേഷം ചാർത്തിക്കൊണ്ട് തരൂര് ഈ സമുദായ സംഘടനകളുടെയും ഘടകകക്ഷികളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ കാര്യം പ്രാവർത്തികമാകാൻ പോകുന്നു. അതുപോലെ തന്നെ അമിത്ഷാ ഈ 2-3 മാസത്തിനു മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ കേരളം 2026 ഭരിക്കും എന്ന് പറയുകയുണ്ടായി. അമിത്ഷായും നരേന്ദ്രമോദിയൊന്നും പറയുന്നത് നമ്മളൊരു പാഴ്വാക്കായിട്ട് കരുതരുത്. അത് വളരെ അർത്ഥവത്താണ്. അത് കാര്യങ്ങൾ വളരെ ദീർഘദർശിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കേണ്ടതായ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് സാരം. അപ്പോൾ ഇവിടെ ഈ BJPയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഈ ശശി തരൂർ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് ഏത് തരത്തിൽ ഘടകകക്ഷികളുടെ ഒക്കെ പിന്തുണ എത്രത്തോളം കിട്ടും, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമുദായ സംഘടനകളുടെ, കാരണം ഇപ്പോഴുള്ള ഈ കോൺഗ്രസ് സമുദായ സംഘടനകൾക്കൊന്നും തന്നെ അവർക്ക് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല. അതൊക്കെ ശശി തരൂർ നേടിയെടുക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. അപ്പോൾ എന്തായാലും ശശി തരൂരിൻ്റെ പുതിയ പാർട്ടി 2026 പുതുവർഷത്തിൽ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്.